ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമിസ് വ്ലോഗ്. ഓയിലൊന്നും അധികം യൂസ് ചെയ്യാത്ത നല്ല ഹെൽത്തിയായ ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ്. അതുകൊണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ 1 ടേബിൾ സ്പൂൺ ഓയിൽ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു വലിയ പീസ് ഇഞ്ചി, 12 വെളുത്തുള്ളി, 4 പച്ചമുളക് എന്നിവ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി 3 സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പകുതി ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്യുമ്പോൾ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും സെപ്പറേറ്റ് ചോപ്പ് ചെയ്തെടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് ആകുമ്പോൾ എയർ ഫ്രയർ ബാസ്ക്കറ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ സിംഗിൾ ലെയറായിട്ട് ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാസ്ക്കറ്റ് എയർ ഫ്രയറിൽ പ്ലേസ് ചെയ്യാം. ഡീഫോൾട്ട് ഓപ്ഷനായ ചിക്കൻ സെലക്ട് ചെയ്യാം. ടെമ്പറേച്ചർ 180 ഡിഗ്രിയിൽ സെറ്റാക്കി 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഷെയ്ക്ക് അലാം ഓൺ ആകുമ്പോൾ ബാസ്ക്കറ്റ് പുറത്തെടുത്ത് എല്ലാ ചിക്കൻ പീസസും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാസ്ക്കറ്റ് എയർ ഫ്രയറിൽ പ്ലേസ് ചെയ്ത് റിമൈനിങ് ടൈം കൂടി കുക്ക് ചെയ്തെടുക്കണം. 4 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാനുള്ള സമയത്ത് ചിക്കൻ ഫ്രൈയുടെ നല്ല സ്മെല്ലടിച്ചു കേട്ടോ. ഈ സമയത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു 16 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി കഴിഞ്ഞപ്പോൾ ബാസ്ക്കറ്റ് പൊക്കി നോക്കിയാൽ നമുക്ക് ഡ്രോയറിൽ എക്സസ് ഓയിൽ കാണാൻ പറ്റും കേട്ടോ. സെക്കൻഡ് ബാച്ച് ചിക്കനും ഇതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ 16 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ ബാസ്ക്കറ്റിനടിയിൽ എക്സസ് ഓയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വോക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം.
ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചോപ്പ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി അധികം വേണ്ടവർക്ക് 3 കപ്പ് വെള്ളം വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ബോയിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹാഫ് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് കറി നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അഞ്ച് മിനിറ്റ് ഇതുപോലെ നന്നായി തിളച്ച ശേഷം 100 ml വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് നന്നായി ഇളക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നല്ല തിക്കായി വരുന്നുണ്ട്. നന്നായി തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം സ്പ്രിംഗ് ഓണിയൻ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാക്കിയ ചില്ലി ചിക്കൻ റെഡിയായി. 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. Thank you for watching. Assalamu alaikum.